കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ തീപിടുത്തം. ക്വാർട്ടേഴ്സിന്റെ വർക്ക് ഏരിയ പൂർണ്ണമായും കത്തിനശിച്ചു. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം? ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? വിശദാംശങ്ങൾ എങ്ങനെയാണ്? അല്പം മുൻപാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലുള്ള സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെ അടുക്കള ഭാഗത്ത് തീ പിടിച്ചത്. 2 ഗ്യാസ് സിലിണ്ടറുകൾ ലീക്കായതിനെ തുടർന്നാണ് ഇത്തരമൊരു തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് അഗ്നിരക്ഷാ സേന വ്യക്തമാക്കുന്നത്. വിവരമറിഞ്ഞ ഉടൻ തന്നെ വെള്ളിമാടുകുന്ന് ഫയർ സ്റ്റേഷനിൽ നിന്നും അഗ്നിരക്ഷാ സേന കുതിച്ചെത്തി. ഫയർ സ്റ്റേഷൻ ഓഫീസർ റോബി വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു എത്തിയത്. ഇവർ ഉടൻ തന്നെ തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. ആളപായമൊന്നുമില്ല. വിറകടുപ്പിൽ നിന്ന് തീ പടർന്നു എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ ഗ്യാസ് ലീക്കായതിനെ തുടർന്ന് സംഭവിച്ചത് എന്നാണ് സംശയിക്കുന്നത്. ഈ ലീക്കായ 2 ഗ്യാസും അഗ്നിരക്ഷാ സേന സംയോജിതമായി ഇടപെട്ട് പുറത്തെത്തിക്കുകയും അത് പിന്നീട് ആ ലീക്ക് സംവിധാനം അത് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുകയാണ് ചെയ്തത്. വിറകടുപ്പിൽ നിന്ന് തീ പടർന്നപ്പോൾ ഗ്യാസിൽ ലീക്ക് ഉണ്ടായി എന്നുള്ളതാണ് സംശയിക്കുന്നത്. അത്തരത്തിലൊരു അന്വേഷണവും ഇപ്പോൾ അഗ്നിരക്ഷാ സേനയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. ആർക്കും തന്നെ ആളപായമില്ല. പക്ഷേ ഈ അടുക്കള, കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെ അടുക്കള പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ശരി, വ്യക്തമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്റ്റാഫ് ക്വാർട്ടേഴ്സിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ക്വാർട്ടേഴ്സിന്റെ വർക്ക് ഏരിയ പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ്. ആളപായം ഒന്നും തന്നെ ഇല്ല. എന്തായാലും ഗ്യാസ് ലീക്കായതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതിലൊരു വ്യക്തതയൊക്കെ വരേണ്ടതുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് റിയാസ് KMR ആണ്.